ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുക പുതിയ എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഇതൊന്ന് വരച്ചാൻ പറ്റുമോ നോക്കാം ഗൈസ്. ലെസ്കോ നമ്മൾ ഇന്ന് കൊടുക്കുന്ന കുറേ സാധനമുണ്ട്. ഇതിൽ നമുക്ക് വരച്ചാൻ പറ്റും നോക്കാം. ഇതിലും കുറച്ച് സാധനമുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളിന്ന് മെയിൻ ആള് ഗൈസ്. ഇതൊന്ന് വരച്ചാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് തുടങ്ങാം. ലെസ്കോ. ഗൈസ് നമ്മളെ സാധനം ഇവിടെ എടുത്ത് വെച്ചാണ്. എനിക്ക് ശരിക്കും കാണിച്ചിട്ട് ഇവിടെ പോകുന്നു. ഇത് നമുക്ക് ഫസ്റ്റ് ഇല്ലേ, ഇത് റെക്ടാങ്കിളോ ഇത് വരച്ചേക്കാം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊന്ന് മൂഞ്ചി തോന്നുന്നുണ്ട്. ഗൈസ് കണ്ടില്ലേ, ഇവിടെ കളറായിട്ടില്ലല്ലേ. ഇങ്ങനെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേസ്. മൊത്തത്തിൽ കാണിച്ചാണെങ്കിൽ ഇങ്ങനെയാണ്. പൈസൻ്റെതേ വലിപ്പമാണ് നോക്കാം. കേസിൽ ജസ്റ്റ് മിസ്, അതിൻ്റെ വലിപ്പമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇത്ര മതിക്കും. ചെറുതായിട്ട് വളവൊക്കെ ഉണ്ടാവും കേസ്. നമുക്ക് ലാസ്റ്റ് തിരുത്താം. അപ്പോൾ കേസ് എല്ലാവരും യെല്ലോ ബേബി കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം. അല്ല കണ്ടില്ലെങ്കിൽ കാണുക. എൻ്റെ പാർട്ട് വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഇടണം. ഇനി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതെന്താ കാട്ടണ പനി ആയിട്ടില്ലേ, ഇത് റെഡി ആക്കട്ടെ. അപ്പോൾ ഗൈസ് ഈ ലെവൽ ഉണ്ടില്ലേ, ഫസ്റ്റ് ഇതൊന്ന് നമുക്ക് റെഡി ആക്കാം. അല്ല ഫസ്റ്റ് നമുക്ക് ഇതും ഫസ്റ്റ് ലെവലാക്കിയിട്ടാ. നിങ്ങൾ വരച്ചാണെങ്കിൽ ഇൻ്റെ ഒക്കെയാണ്ട് വരച്ചണ്ട കേട്ടോ. ചെറുതായിട്ട് പണി പാളും. ഗാന്ധിജിയൊന്നും നിങ്ങൾക്ക് വരച്ചറിയില്ല ഗൈസ്. ചെറുതായിട്ട് വരച്ചാലേ അറിയുള്ളൂ. അപ്പോൾ നമുക്കേ ഈ സാധനം ഒന്നേ ലെവലാക്കി ഇടണം. എന്നിട്ട് ഈ സാധനം വരച്ചാൽ. അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊന്ന് മൂഞ്ചി വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, അങ്ങനെയൊക്കെ മാറ്റി. കണ്ടില്ലേ, കളർ കൊടുക്കുമ്പോൾ നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഇത് റെഡിയാക്കാം ഫസ്റ്റ്. എന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊന്ന് പൈസൻ്റെ മാരൊക്കെ അയക്കും. ഇനി നമുക്ക് റെഡിയാക്കണ്ടേ ഹിന്ദി ഒന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങളുടെ 500 റുപ്യ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളി. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഹിന്ദി നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിക്കോളി. ഇതാ വരച്ചാണെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതിക്കോളി കേട്ടോ. ഹിന്ദിയാണ്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും കൂടി റെഡിയാക്കുക. നിങ്ങൾ വരച്ചാണെങ്കിൽ നിങ്ങൾ അത് റെഡിയാക്കുക. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇതാക്കിയിട്ട് കാണാം. ഒക്കെ ചെറുതായിട്ട് ഹിന്ദിയൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. ഇതാ പണി പാടില്ലല്ലോ. ഞാൻ അങ്ങനെ ഇത് എഴുതുക, റെഡിയാക്കാം. ഇനി എന്താ കാട്ടുക? അപ്പോൾ ഗൈസ് എവിടെ 1 2 3 4 5 5 6 ഈ 6 ഫസ്റ്റ് ഒന്ന് റെഡിയാക്കാം. എന്താ ഇപ്പോൾ കാട്ടുക? അത് റെഡിയാക്കിയിട്ട് കാണാം. ചെറുതായിട്ടൊന്ന് വളഞ്ഞു ഗൈസ്. നമുക്ക് നോക്കണ്ട, ഇപ്പം തന്നെ റെഡിയാക്കണം. അപ്പം തന്നെ റെഡിയാക്കാം ഗൈസ്. അത് കുറച്ച് പണിയാണ്. കണ്ടില്ലേ, റെഡിയാക്കിയില്ലെങ്കിൽ നമുക്ക് അത് എഴുതാൻ പറ്റില്ല. പിന്നെ ആകെ പണിയാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പണി വേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ റെഡിയാക്കി എടുത്തുന്നത് ചെറുതായിട്ട്. പക്ഷെ അടിയിക്ക മാത്രം ഒന്ന് തടി കൂടി അത് നോക്കണ്ട ഗൈസ്. ഇനി നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതൊന്ന് കുഞ്ഞാപ്പിയാക്കി എഴുതിയെടുക്കാം. ഗൈസ് അത് ചെറുതായിട്ടൊന്ന് മൂഞ്ചി. സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഇനി എന്തത് ഗുവറാറ്റഡ് സെൻട്രൽ ഗവൺമെൻറ് ഇതെന്താ വായിക്കുക? ഗുവറൻറ്റി എന്തെങ്കിലായിക്കോട്ടെ. ഇതും കൂടി എഴുതാം ഗൈസ്. അത് എഴുതാം. പിന്നെ നമ്മൾ ഇതും കൂടി റെഡിയാക്കി എടുത്താണ്.
അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു അതും കൂടി റെഡിയാക്കി എടുക്കാം. നിങ്ങളും റെഡിയാക്കി എടുക്കാം വരച്ചാണെങ്കിൽ ഗൈസ്. ഇത് റെഡിയാക്കി എടുത്തു. നമുക്ക് ലെൻസ് വെച്ചാൽ പോലും വരച്ചിട്ടില്ല അങ്ങ് മാത്രമേ ഇങ്ങനെയാണ് വരച്ചാൽ പറ്റില്ല ഗൈസ്. കുഞ്ഞാപ്പേക്ക് ചെയ്തിട്ട് ഏതാ ഇനി ഇവിടെ ഒരു സാധനം വരച്ചാണ്ട് ഗൈസ്. എന്താണ് ഇവിടെ ഇനി ഇതും വരച്ച് എടുക്കാം.